ആലത്തൂർ ഗുരുകുലം ജംഗ്ഷനിലെ വഴിയോര കച്ചവടം വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തൃപ്പാളൂർ ഗുരുകുലം ജംഗ്ഷൻ ഭാഗങ്ങളിൽ നിരവധി വഴിയോര കച്ചവടങ്ങൾ സജീവമാണ്. ഇത് ഗുരുകുലം സ്കൂളിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് കടകളും അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ചിടുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത വിധമാണ് ഇവിടെ കിടക്കുന്നത്. അധികൃതർക്ക് ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടെങ്കിലും അവർ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. ഒരു അപകടം വരുന്നതിന് മുമ്പ് അത് തരണം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ആക്ച്വലി. അപ്പോൾ എത്രയും വേഗം ഇപ്പോൾ വേറെ സ്കൂളുകളിലൊക്കെ ഇതുപോലെ കുട്ടികളെ മുൻകൈ എടുത്ത് ചെയ്തിട്ടും ഒരുപാട് സ്കൂളുകൾ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര വട്ടം പറഞ്ഞിട്ടും ഒരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് പറയുന്നു. നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും, ഫുട്പാത്തിലാണ് വഴിയോര കച്ചവടങ്ങളുള്ളത്. കുട്ടികൾക്ക് നടക്കണമെങ്കിൽ റോഡ് കൂടെ തന്നെ നടക്കണം. ഇപ്പോൾ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒരുമിച്ച് പോകുന്ന സമയമായാലും വൈകുന്നേര സമയങ്ങളിൽ തിരക്ക് പൊതുവേ കൂടുതലാണ്. ആ സമയത്ത് കുട്ടികൾ റോഡിലൂടെ നടക്കുമ്പോൾ അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അധികൃതർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാതെ വഴിയോര കച്ചവട കടകളുണ്ട്, പ്രവർത്തിക്കാത്ത കടകൾ അടച്ചിട്ടിരിക്കുകയാണ്, അതിപ്പോഴും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള കടകളും നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സ്കൂളിലേക്ക് വരാനും പോവാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായുമാണ് പരാതി. മഴക്കാലം കൂടിയായതോടെ പതിവിലും കൂടുതൽ പ്രയാസമാണ് നേരിടുന്നത് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂൾ വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനും വഴിയോര കടകൾ ബുദ്ധിമുട്ടാവുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ ഒന്നാമത് ഇടുങ്ങിയ റോഡാണ്. അതിൽ തന്നെ ഒരു വശത്ത് കംപ്ലീറ്റ് അനധികൃതമായിട്ടുള്ള കച്ചവടക്കാർ, അതും കച്ചവടവും ചെയ്യുന്നില്ല, വെറുതെ ഒരു ഷെഡ് കെട്ടിയിടുക അല്ലെങ്കിൽ ഒരു പെട്ടി വണ്ടി കൊണ്ട് ഇടുക എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ആക്സിഡൻറ്റുകൾ ചെറിയത് സംഭവിക്കുന്നുണ്ട്. ഒന്നും ആർക്കും ഇതുവരെ ഉണ്ടായില്ല, ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടി എടുക്കണം. ഒരുപാട് പരാതികൾ PWDയിലും പഞ്ചായത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നടപടി ആയിട്ടില്ല. എന്നാൽ ആലത്തൂരിലെ സ്കൂളുകളുടെ മുന്നിലുള്ള എല്ലാ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു. ഇവിടെ മാത്രം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നില്ല. നേരെ അതുപോലെ ഒരു മരം മുറിച്ച് കാലാവസ്ഥ കഴിഞ്ഞ വർഷം അതിന് മുന്നിലത്തെ വർഷം മുറിച്ചിട്ട മരം, അതിൻ്റെ വേസ്റ്റുകൾ ഇപ്പോഴും റോഡ് സൈഡിൽ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വല്ല കുട്ടികൾ രണ്ട് സൈഡിൽ നടന്നു പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വല്ല പാമ്പോ വല്ല ഇഴജന്തുക്കളൊക്കെ പോയി കടന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടായാൽ ആരിതിനൊക്കെ ഉത്തരവാദിത്വം പറയും? അപ്പോൾ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടവർ മറ്റ് ആലത്തൂർ ടൗണിലെ സ്കൂളുകളിൽ എടുത്ത നടപടി പോലെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2024 ജനുവരി 29 ചേർന്ന ആലത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ആലത്തൂർ ഗുരുകുലം ജംഗ്ഷൻ മുതൽ മലമലമുക്ക് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും വഴിയോര കച്ചവടം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. ആ നിരോധന ഉത്തരവിനെ മറികടന്നുകൊണ്ട്, ആ നിരോധനം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പലയിടത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളെല്ലാം അതിലെ ആശയങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവിടെ സ്കൂൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ അനധികൃതമായി വഴിയോര കച്ചവടങ്ങളും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു ഡംപിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് LKG മുതൽ 12ാം ക്ലാസ് വരെ ഏതാണ്ട് 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. വൈകുന്നേരം ഒരു 3:45 സ്കൂൾ വിടുമ്പോൾ 2000 പേരാണ് ഈ റൂട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അവരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനായിട്ട് വരുന്ന വാഹനങ്ങൾ ഈ റൂട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലും കൃത്യമായ സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിന് പൂർണ്ണമായിട്ടും കാരണക്കാരായി മാറുന്നത് ഈ അനധികൃത വഴിയോര കച്ചവടക്കാരാണ്. ഞങ്ങൾക്ക് ആരുടെയും ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇല്ലാതാക്കണമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. പക്ഷേ വളരെ ചെറിയ പ്രായം മുതൽ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ അവരുടെ ആരോഗ്യം, അവരുടെ സുരക്ഷിതത്വം, അതാണ് ഗുരുകുലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് നടപ്പിലാക്കിയെടുക്കാൻ ഇവിടുത്തെ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് പറയാനുള്ളത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.